ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിയൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ കുറച്ച് ദിവസമായല്ലേ നമ്മൾ ഹെയർ കെയർ വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് നല്ലൊരു ഹെയർ കെയർ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമുക്ക് വിൻ്റർ സീസണിൽ പ്രത്യേകിച്ചും മുടി കൊഴിച്ചിൽ കുറച്ച് കൂടുതലായിരിക്കും. അതെല്ലാവർക്കും പൊതുവെ അങ്ങനെ തന്നെയാണ്. നമ്മുടെ സ്കാൽപ്പ് ഡ്രൈ ആവുന്നത് കൊണ്ടൊക്കെയാണ് നമുക്ക് മുടി കൊഴിച്ചിൽ കൂടുതലായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വിൻ്ററിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ഹെയർ ടോണറാണ് കേട്ടോ ഇത്. ഈ ഒരു വിൻ്റർ സീസണിലെ മുടി കൊഴിച്ചിൽ മാറാനും, വിൻ്റർ സീസണിന് മാത്രമല്ല എല്ലാ സീസണിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. മുടി കൊഴിച്ചിൽ മാറാനും, പുതിയ മുടി വളരാനും, മുടിക്ക് ആരോഗ്യം നൽകാനും, മുടിക്ക് നല്ല ഒരു കട്ടി വയ്ക്കാൻ, മുടിക്ക് ഉള്ളു വയ്ക്കാനൊക്കെ സഹായിക്കുന്ന നല്ലൊരു ടോണറാണിത്. അപ്പം നമുക്ക് ലേറ്റ് ആക്കാതെ ഈ ഒരു ടോണർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും യൂസ് ചെയ്യുന്നതെന്നും നോക്കാം. അതിനു മുമ്പായിട്ട് എൻ്റെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഈ ഒരു ടോണർ ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഉലുവയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു സ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് തിളപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് ഞാനൊരു സ്റ്റീലിൻ്റെ പാത്രമാണ് എടുത്തിട്ടുള്ളത്. അധികം ആളുകളും ചോദിക്കാറുണ്ട് ഇങ്ങനെയുള്ള ടോണറും പാക്കുകളും ഒക്കെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെയും യൂസ് ചെയ്തുകൂടെയെന്ന്. അത് കുഴപ്പമില്ല, നിങ്ങൾക്ക് യൂസ് ചെയ്യാം, റിസൾട്ടൊക്കെ കിട്ടും. പക്ഷെ അതിനേക്കാളും എപ്പോഴും നല്ലത് നമ്മൾ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കിയെടുത്ത് ആ ഒരു സമയത്ത് തന്നെ യൂസ് ചെയ്യുന്നതാണ്. പിന്നെ അതിന് ശേഷമായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് അതേ അളവിൽ തന്നെ കരിഞ്ജീരകമാണ്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇത് തിളപ്പിച്ചെടുക്കാനുള്ള വെള്ളമാണ് കേട്ടോ. വെള്ളം കൂടാതെ വേറൊരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഏറ്റവും നല്ലതാണ്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ചെമ്പരത്തിയാണ്. ചെമ്പരത്തി ഏത് കളറിലുള്ളോ എടുക്കാം. പക്ഷേ എനിക്ക് പേഴ്സണലി കുറച്ചും കൂടെ നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് ചുവപ്പ് ചെമ്പരത്തിയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ചെമ്പരത്തിയുടെ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുകയാണ്. ഏകദേശം ഒരു 5 മിനിറ്റോളം നമ്മൾ നന്നായിട്ട് ഇത് തിളപ്പിച്ചെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തിളപ്പിച്ചാൽ മതി. ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ മുടി വളർച്ചയ്ക്ക് സഹായിക്കുന്നതാണ്. പിന്നെ മുടി കൊഴിച്ചിൽ മാറാനും താരൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് മാറാനും ഒക്കെ ഏറ്റവും സഹായിക്കുന്നതാണ്. ഉലുവയൊക്കെ പ്രത്യേകിച്ചും താരനുള്ളവർക്ക് ഒരുപാട് നല്ലതാണ്. അതിനൊക്കെ ഒരുപാട് മാറ്റം വരും. പിന്നെ പുതിയ മുടി കിളിർക്കാനും ഒരുപാട് സഹായിക്കുന്നതാണ് ഉലുവയും പിന്നെ ചെമ്പരത്തിയും. കരിഞ്ജീരകം മുടിക്ക് നല്ല ഒരു ആരോഗ്യം കൊടുക്കാനും, മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും, മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടാനും ഒക്കെ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒരു 5 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ടോണർ ഒന്ന് തണുക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് അരിച്ചെടുത്തിട്ട് നമുക്കിതിൻ്റെ വെള്ളം മാത്രം മതി. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിതൊരു പാത്രത്തിലേക്ക് അരിച്ചെടുത്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഒരു ടോണറാണ് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു ടോണർ നിങ്ങൾക്ക് സ്കാൽപ്പിൽ മാത്രമല്ല നിങ്ങളുടെ മുടിയിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യുന്ന, ഞാൻ യൂസ് ചെയ്യുന്ന എൻ്റെ സ്വന്തം ഹെയർ ഓയിലാണ്. അപ്പോൾ ഇത് വാങ്ങിയിട്ട് യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുക്കാം. ഇനി നമുക്ക് എണ്ണ ഇതിലേക്ക് ചേർത്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അല്ലാതെ എണ്ണ ആദ്യം തലയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് പിന്നീട് ഈ ഒരു ടോണർ യൂസ് ചെയ്യാം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് യൂസ് ചെയ്യാം കേട്ടോ. നിങ്ങൾ ഏത് എണ്ണയാണോ സ്ഥിരമായിട്ട് തേക്കുന്നത് ആ ഒരു എണ്ണ തലയിൽ ആദ്യം തേച്ച് പിടിപ്പിക്കുക. അതല്ലെങ്കിൽ ഇതിൻ്റെ ഈ ഒരു ടോണറിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ എനിക്ക് ആവശ്യമായിട്ടുള്ളത് 1 ടീസ്പൂണോളം എണ്ണയാണ്. അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു മിക്സാണ് ഞാൻ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളും ഇങ്ങനെ തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറയാം. യൂസ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് മുടിയിൽ കെട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചീകി വൃത്തിയാക്കിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ കുട്ടികൾക്കൊക്കെ ഇത് യൂസ് ചെയ്യാവുന്നതാണ്. 10 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് യൂസ് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ സേഫ് ആയിട്ടുള്ളത്. കാരണം കരിഞ്ജീരകമൊക്കെ തലയ്ക്ക് തണുപ്പാണ്. തണുപ്പുള്ള സമയത്ത് യൂസ് ചെയ്യുമ്പോൾ തണുപ്പ് പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ആണുങ്ങൾക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ ആദ്യം മുടിയൊക്കെ ഒന്ന് വൃത്തിയാക്കിയ ശേഷം കുറച്ചെടുത്തിട്ട് നന്നായിട്ട് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ആദ്യം നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് സ്കാൽപ്പിലാണ്. തലയോട്ടിയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നല്ലൊരു മസാജും കൂടെ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബാക്കിയുള്ളത് മുടിയിലും കൂടെ ആക്കി കൊടുക്കുക. എന്നിട്ട് ഇതൊരു അരമണിക്കൂറെങ്കിലും വെച്ചിരിക്കുക. അരമണിക്കൂറിന് ശേഷം നിങ്ങൾക്കിത് കുളിക്കുന്ന സമയത്ത് കഴുകിയെടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ നീരിറക്കത്തിൻ്റെ പ്രശ്നമുള്ളവർ, അത്രയൊന്നും സമയം വെച്ചിരിക്കാൻ പറ്റാത്തവർ ചുരുങ്ങിയത് ഇതൊരു 10 മിനിറ്റ് വെച്ചാൽ മതി. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് അവർക്ക് കഴുകി കളയാവുന്നതാണ്.
അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ടോണർ യൂസ് ചെയ്യേണ്ടത്. ഈ ഒരു ടോണർ നിങ്ങൾക്ക് ആഴ്ചയിൽ 3 ദിവസമായിട്ട് യൂസ് ചെയ്യാം. ഒന്നിടവിട്ട ദിവസങ്ങളിലായിട്ട് യൂസ് ചെയ്യാം. കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് നല്ലൊരു മാറ്റം തന്നെ കണ്ടുവരുന്നതാണ്. കുറഞ്ഞ ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് മുടി കൊഴിച്ചിലൊക്കെ മാറിയിട്ട് പുതിയ മുടി കിളിർക്കാനും മുടി നല്ല നീളം വയ്ക്കാനും മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടാനും താരൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറിയിട്ട് സ്കാൽപ്പ് നല്ല ക്ലിയർ ആയിട്ട് ഇരിക്കാനൊക്കെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്